ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ മുൻ മന്ത്രി ശൈലജ ടീച്ചറിനെയാണോ വീണ ജോർജിനെയാണോ ഇഷ്ടപ്പെട്ടത്? എനിക്ക് പിന്നെ ആതുര സേവനത്തിൽ നോക്കിയിട്ട് എനിക്ക് ശൈലജ ടീച്ചറായിരുന്നു ഒന്നുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ തന്നെ കാരണം മരുന്നായാലും മാറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇന്നിപ്പോൾ ഒരു അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അത് MRI എടുക്കണം, CT സ്കാൻ എടുക്കണം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം എടുക്കണം. ഇതെല്ലാം എഴുതി ഞാൻ കൊടുക്കത്തേ ഉള്ളൂ. കാരണം ഇതിനുള്ള സംവിധാനമൊന്നും ഇതുവരെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലും ഇതുവരെ ഉണ്ടായിട്ടില്ല. CT സ്കാൻ ഇല്ല, MRI ഇല്ല. ഇവരപ്പോൾ എന്ത് പറയും? ഇവർ അടുത്ത പ്രൈവറ്റ് ആശുപത്രിയിൽ എഴുതിത്തരും. അത് എല്ലായിടവും ഒന്നും ഈ പറഞ്ഞ സ്കാനിങ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കിയെങ്കിൽ ഇപ്പം നമ്മൾ നിസ്സാരം ഒരു പനിയായിട്ട് തന്നെ ചെന്ന് കഴിഞ്ഞാലും അവർ ഫസ്റ്റ് ഇത് നോക്കിയിട്ട് അവർ പറയും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ ഒക്കത്തുള്ളൂ. ഏതാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പിന്നെ ഈ ആദ്യം ECG ഒന്ന് നോക്കണം, പിന്നെ അത് കഴിഞ്ഞ് വെച്ച് MRI, CT സ്കാൻ ഇതൊക്കെ എടുത്തേ ഒക്കത്തുള്ളെന്ന് പറയും. പിന്നെ അതിനുള്ള സംവിധാനം അവിടെ കാണത്തില്ല. ചിലപ്പോൾ ഒരു ബ്ലഡ് പരിശോധിക്കാനുള്ള സംവിധാനം പോലും അത് ഗവൺമെൻറ് ആശുപത്രി ഇരിക്കുന്ന അന്നത്തെ ആ ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ ഈ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുഴപ്പമല്ല ഞാൻ പറയുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനുള്ള സംവിധാനം അവിടെ ചെയ്ത് കൊടുത്തെങ്കിലല്ലേ അവർക്ക് അത് ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് അവർ എഴുതിത്തരും. അപ്പോൾ അടുത്ത പിന്നെ ബ്ലഡ് ബാങ്കിലോ അല്ലെങ്കിൽ അടുത്ത പിന്നെ ബ്ലഡ് നോക്കുന്നിടത്ത് സ്ഥാപനങ്ങളെ നമ്മൾ ആശ്രയിച്ചേ ഒക്കത്തുള്ളൂ. ടീച്ചറല്ല എന്നാൽ നേരത്തെ, അപ്പോൾ അന്ന് അവരിരുന്നെപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് അവർ നോക്കി ചെയ്ത്. ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു ഇപ്പം പറയുന്ന നമ്മളെ കേരളത്തിൻ്റെ ഒരു മന്ത്രി അല്ലേ വീണ ജോർജ്. അവരിപ്പോൾ എല്ലായിടത്തും പോകാൻ വരും. അത് രണ്ടുപേരും ഒരുപോലായിരുന്നു, ഞങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്ത്. അത് ആ ശൈലജ ടീച്ചറിനുമായിട്ട് നമുക്ക് അത്ര ഇതില്ല. ഇപ്പം എന്നാലും ഈ ആറന്മുളയുടെ MLA ആയതുകൊണ്ട് വീണ ജോർജിനെ ഒന്നുകൂടെ അടുത്തറിയാം. അതൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം. നമുക്കിപ്പോൾ വീണ ജോർജിനെ കുറിച്ചേ അറിയത്തുള്ളൂ. വീണ ജോർജാണ് ബെറ്ററായിട്ട് നിൽക്കുന്നത്. വീണ ജോർജിനെ ഇഷ്ടമാണ്. വീണ ജോർജിനെ ഇഷ്ടമാണ്. അല്ല, ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ശൈലജ ടീച്ചർ നിന്നപ്പോൾ പ്രവർത്തിക്കാൻ അവർക്ക് കാരണങ്ങളുണ്ടായിരുന്നു. അതായത് കൊറോണയുടെ സമയം ഉണ്ടായിരുന്നു, നിപ്പയുടെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഹൈലൈറ്റ് ആയതേ ഉള്ളൂ. അല്ലാതെ ഇവർ തമ്മിൽ എടുക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. എനിക്കിഷ്ടം ശൈലജ ടീച്ചറിനെ എന്ന് പറയാൻ കാരണമല്ല, അതിപ്പം ഈ പുള്ളിക്കാരത്തിയെക്കാട്ടി കൂടുതലുമായിട്ടും പുള്ളിക്കാരത്തിക്കായിരുന്നു ഭരണത്തിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇത് മാധ്യമത്തിനകത്തുനിന്ന് വന്നുകൊണ്ട് അത്രയുള്ള ഒരു മറ്റേ പുള്ളിക്കാരത്തിയുടെ അത്ര ഒരു ഇരുത്തം വന്നിട്ടുള്ളതായിട്ട് തോന്നിക്കുന്നില്ല. ഇല്ല, അത് പിന്നെ പറയാൻ പറ്റത്തില്ല. ഈ അവർക്ക് ആരോഗ്യമേഖലയെ പറ്റി കുറച്ചൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ശൈലജ ടീച്ചറിന് എനിക്കിപ്പോൾ ഞാൻ മോട്ടോർ മേഖലയായിട്ട് എനിക്ക് കൂടുതൽ ബന്ധം. എനിക്ക് വേറെ മേഖലയെ പറ്റി അറിയത്തില്ല. സ്വർണ്ണക്കടകളെ അറിയത്തില്ല, വേറെ കടകളെ അറിയത്തില്ല. നമ്മുടെ ജോലി അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാത്ത ജോലി ചെയ്യാൻ പോകുമ്പോൾ അതിനകത്തുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇല്ലേ? ശരിയല്ലേ? പ്രത്യേകിച്ച് അവരെ പറ്റിയൊന്നും പറയാൻ ഒക്കത്തില്ല. എന്നുവെച്ചാൽ ഞങ്ങളുടെ പാർട്ടിക്കാരിയുമാണ്, ഞങ്ങളുടെ മണ്ഡലത്തിലെ ആളുമാണ്, നമ്മൾ അവരായിട്ട് നല്ല ടീംസിനുമാണ്. അവർ മോശമായിട്ട് പറയും. നിങ്ങൾ നമ്മൾ നല്ല കൂട്ടുകാർ, നിങ്ങളെപ്പറ്റി എത്ര ഇതാണ് ഞാൻ പന്നലായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് വീണ ജോർജ് ടീച്ചറായിരുന്നല്ലേ എന്ന് പറയാൻ കാരണം അവരെന്താ നിപ്പയൊക്കെ വന്ന് നല്ല ഇതല്ലായിരുന്നു. നിപ്പയൊക്കെ വന്നപ്പോൾ നല്ലതായിട്ട് ഇവിടെ ഒത്തിരി എണ്ണം ചത്തില്ലല്ലോ. അവർ വീണ ജോർജിനൊക്കെ നല്ലതായിരുന്നു. വീണ ജോർജ് എൻ്റെ ഇതിലൊക്കെ കരിയാ കെറുവൊന്നും വെച്ച് പറഞ്ഞല്ല. പക്ഷേ പുള്ളിക്കാരി ശാലം കൂടെ ഒക്കെ വരാനുണ്ട്. ശൈലജ ഒന്നുകൂടെ ഇതായിട്ടുള്ള ശൈലജ. പിന്നെ ഇപ്പം വീണ ജോർജ് വന്നേക്കുന്നത്. ശൈലജ ഒന്നുകൂടെ മെച്ചം. ടീച്ചർ ഇപ്പം വീണ ജോർജ് ആണെങ്കിലും ചെറുപ്പം അതെല്ലാം അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളത്. ചെയ്യുമായിരിക്കും. നേരത്തെ അവരായിരുന്നു, ഇപ്പം വീണ ജോർജ്. അല്ല, ഇപ്പം നല്ലതായതായിരുന്നു. ആരുടെ പ്രവർത്തനമായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ? വീണ ജോർജ് നല്ല പ്രവർത്തനം. വലിയ കുഴപ്പമില്ല. ആരായിരുന്നു നല്ലത്? ശൈലജ ടീച്ചറായിരുന്നോ വീണ ജോർജ് ആയിരുന്നോ? വീണ ജോർജ് ടീച്ചറിൻ്റെ കാര്യത്തെ പറ്റിയൊന്നും പറയുന്നില്ല. അത് അവർക്ക് ഇച്ചിരി ഒരു വീണ ജോർജിനെ പറ്റി പറയുമ്പോൾ നല്ല അഭിപ്രായം. ശൈലജ ജോർജിനെ പറ്റി എനിക്ക് അത്ര നല്ല അഭിപ്രായം പറയാൻ പറ്റില്ല. ശൈലജ ടീച്ചറിനെ പറ്റി ഇല്ല. അവരെ പറ്റി എപ്പോഴും ഓരോ പരാതികളൊക്കെ ന്യൂസ് ഞാൻ അവിടെ വെക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. എനിക്ക് ശൈലജ ടീച്ചറാ ബെറ്ററായിട്ട് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം. മറ്റുള്ള ഒരാളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല. ശൈലജ ടീച്ചറായിരുന്നു ഇത്രയും കൂടെ നല്ലത്.
എന്ന് പറയാൻ കാരണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർ ആ കൊറോണ സമയത്തൊക്കെ ടീച്ചർ അവിടെ പ്രവർത്തിക്കുമ്പോൾ നല്ല ഇതായിരുന്നു, എല്ലാ കാര്യത്തിനും എല്ലാവരുടെയും കൂടെ നിന്ന് അവർ വീട്ടിൽ പോലും പോകാതെ നല്ലതായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. രണ്ടുപേരെ താരതമ്യം ചെയ്യുമ്പോൾ ശൈലജ ടീച്ചറായിരുന്നു ഒന്നുകൂടെ മെച്ചം. വീണ ജോർജ് മന്ത്രി എന്ന നിലയിൽ MLA എന്ന നിലയിൽ പരാജയമാണ്, പിന്നല്ലേ മന്ത്രി എന്ന നിലയ്ക്ക്. ശൈലജ ടീച്ചറായിരുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് ഇപ്പോൾ തോന്നുന്നു. ശൈലജ ടീച്ചറിൻ്റെ ശൈലി വേറെ, വീണ ജോർജിൻ്റെ ശൈലി വേറെ. ശൈലജ ടീച്ചറിൻ്റെതായിട്ടുള്ള രീതിയിലും വീണ ജോർജ് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കഴിവുകൾ വേറെ, സാറിൻ്റെതായിട്ടുള്ള കഴിവുകൾ വേറെ. അപ്പം രണ്ടുപേരും മികച്ച മന്ത്രിമാർ തന്നെയാണ് കേരളത്തിൽ. അതിപ്പം ശൈലജ ടീച്ചർ തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം അവരുടെ പ്രവർത്തനമൊക്കെ ആ കോവിഡ് സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നൊരു ഇതാണ്. കാരണം അവരൊക്കെ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അവരിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് വെച്ച് വീണ ജോർജും മോശമായ രീതിയിലുള്ള പ്രവർത്തനമോ കാര്യങ്ങളോ ഒന്നുമല്ല. അവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഹാർഡ് വർക്ക് അവരും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി എനിക്ക് വീണ ജോർജ് കയറിയപ്പന്നെ അറിയത്തുള്ളൂ. ശൈലജ ടീച്ചറിനെ അറിയത്തില്ല. ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർ ഒന്നുകൂടെ മെച്ചമായിരുന്നു. എന്ന് പറയാൻ ഫലപ്രവർത്തനം കാഴ്ചവെച്ചു. ശൈലജ ടീച്ചർ കുറേയേറെ പാരമ്പര്യമുള്ളൊരു കക്ഷിയായിരുന്നു. ഇവർ മോശമല്ല, അവരും മോശമല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ശൈലജ ടീച്ചർ മോശമല്ല, എങ്കിലും കുറേക്കുള്ള മെച്ചം വീണ ജോർജ്. വീണ ജോർജിന്നല്ല, രണ്ടുപേരും നല്ല. രണ്ടുപേരും തന്നെ. വീണ ജോർജ് ശൈലജ ടീച്ചർ. ഞങ്ങൾ പറയും ശൈലജ ടീച്ചറാണ്. എന്ന് പറയാൻ കാരണം ശൈലജ ടീച്ചറാണ് നല്ലത്. ശൈലജ ടീച്ചറാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ വ്യക്തിപരമായിട്ട് പറയാൻ നമുക്കൊന്നുമില്ല, രണ്ടുപേരെ നമ്മളൊരുപോലെ കാണുന്നുള്ളൂ. അല്ല, ശൈലജ ടീച്ചറും വീണ ജോർജും തീർച്ചയായിട്ടും രണ്ടുപേരും കുറച്ചുകൂടെ പരിചയസമ്പത്ത് ശൈലജ ടീച്ചർക്കുണ്ടെങ്കിലും വീണ ജോർജ് പുതിയ ആളാണല്ലോ. എങ്കിലും പുതിയ ആളെന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക രീതിയിൽ രണ്ടുപേരും മോശപ്പെട്ട മന്ത്രിമാരല്ല. വീണ ജോർജിൻ്റെ കാര്യത്തിൽ അങ്ങനെ മോശമായ രീതി നമുക്ക് പറയാൻ പറ്റത്തില്ല. വീണ ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരിയാണ്, നമുക്ക് എന്തും പറയാം, അങ്ങനെ ഒരിതുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക അത്ര. മുമ്പുണ്ടായിരുന്ന ആരോഗ്യമന്ത്രിയാണ് കുറേ കൂടെ ബെറ്റർ എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം ഞാൻ കേട്ടിട്ടുള്ളത്. വിലയിരുത്തലിന് ഞാൻ മുതിരുന്നില്ല. കാരണം അവർ ഒരേ പാർട്ടിക്കാരാണ്. പാർട്ടിപരമായിട്ട് പാർട്ടിയുടെ പിന്തുണയോടെ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആ നിലയ്ക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.